സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. അടുത്ത വെള്ളിയാഴ്ചയാണ് പോളിംഗ്. രാജ്യത്തിൻ്റെ ഒരു ഭാഗം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിൽ തന്നെ ജനങ്ങൾ ജാഗ്രതയോടെ ഇടപെടാൻ തീരുമാനിച്ചു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. കാരണം ഈ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരം എന്ന് ജനങ്ങൾ കാണുന്നു. അത് രാജ്യത്തിൻ്റെ വിലപ്പെട്ട മൂല്യങ്ങൾ രക്ഷിക്കാനുള്ള അവസരമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള അവസരം, ജനാധിപത്യം തകരാതെ കാത്തു സൂക്ഷിക്കാനുള്ള അവസരം, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്താനുള്ള അവസരം, നമ്മുടെ ഒരുമയും ഐക്യവും ദേശീയോദ്ഗ്രഥനം ശിഥിലമാകാതെ നിലനിർത്താനുള്ള അവസരം, ഇതെല്ലാം ഉറപ്പു നൽകുന്ന ഭരണഘടന പിച്ചി ചീന്തപ്പെടാതെ സംരക്ഷിക്കാനുള്ള അവസരം, സർവോപരി നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള അവസരം. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ജനങ്ങൾ പൊതുവിൽ കാണുന്നത്. ഈ പറഞ്ഞതെല്ലാം ആപത്തിൽപ്പെടുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ തുടർന്നുകൂടാ എന്നാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരവസരം BJPക്ക് നൽകാൻ പറ്റില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി രാജ്യത്താകെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് BJPക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഫലം BJP ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്നത് BJPക്കും ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ പിടിച്ചു നിൽക്കാനാകും എന്ന വെപ്രാളത്തിലാണ് BJP ഇപ്പോൾ. പക്ഷേ അന്തിമ വിധികർത്താക്കളായ ജനങ്ങൾ അവരുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ BJPക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റം ദിനം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ കരുത്തു നേടുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. ഇത് രാജ്യത്തിനകത്ത് BJP പരാജയപ്പെടുമെന്നതിൻ്റെ ഉറപ്പായി മാറുകയാണ്.
നമ്മുടെ കേരളം BJPയെ സ്വീകരിക്കാത്ത ഒരു സംസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തവണയും BJPക്ക് ഇവിടെ ഒരു സീറ്റും ലഭ്യമാകില്ല എന്ന് ഉറപ്പാണ്. നമ്മുടെ കേരളം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണ്. ആ ഒരു നാട്ടിൽ വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഇടമില്ല എന്നതാണ് നേരത്തെ തന്നെ നാം അംഗീകരിച്ച നിലപാട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇവിടെ ഒരു തരത്തിലുള്ള പിന്തുണയും ലഭ്യമാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം അത് അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 2019 BJP ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഊഴം വേണ്ടിയാണ് ജനങ്ങളെ സമീപിച്ചത്. ആ ഘട്ടത്തിൽ BJPയെ വീണ്ടും ഒരു ഊഴം അനുവദിച്ച് ഭരണമേൽപ്പിക്കാൻ പറ്റില്ല എന്ന വാശിയോടെ തന്നെ രാജ്യത്ത് മതനിരപേക്ഷ കക്ഷികൾ നിലപാടെടുക്കുകയുണ്ടായി. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഒരു പ്രചരണം അഴിച്ചു വിട്ടു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല. കേവല ഭൂരിപക്ഷം ഒരു കക്ഷിക്കും കിട്ടാതിരുന്നാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക. രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി മാറണം. അതിന് ഇത്തവണ കോൺഗ്രസിനെ ജയിപ്പിക്കണം, UDFനെ ജയിപ്പിക്കണം. ഇതായിരുന്നു കോൺഗ്രസ് നടത്തിയ അഭ്യർത്ഥന. നമ്മുടെ നാട്ടുകാരിൽ ഒരു ഭാഗം അവരുടെ ശുദ്ധ മനസ്സുകൊണ്ട് ഈ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ അവർ കണ്ടത് LDF ആയാലും UDF ആയാലും BJPക്കെതിരാണ്. അപ്പോൾ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഈ പറയുന്നത് ശരിയല്ലേ? LDFനോട് പ്രത്യേക വിരോധമൊന്നുമില്ല.
ഒരു വിപ്രതിപത്തിയും എൽ ഡി എഫിനോടില്ല. പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ജയിച്ചു പോകുന്നതല്ലേ നല്ലത്? ഇതാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊരു ഭാഗം ആളുകൾ ചിന്തിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൻ വിജയം യു ഡി എഫിന്, കനത്ത തിരിച്ചടി എൽ ഡി എഫിന്. എന്നാൽ എൽ ഡി എഫിനോട് ഒരു തരത്തിലുള്ള വിപ്രതിപത്തിയും ജനങ്ങൾക്കില്ല എന്നത് പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിന് മികച്ച വിജയം സമ്മാനിച്ചുകൊണ്ട് ജനങ്ങൾ കാണിക്കുകയും ചെയ്തു. ഏതായാലും 2019 കഴിഞ്ഞ് 5 വർഷമായി. ഈ 5 വർഷക്കാലം നമ്മുടെ കോൺഗ്രസിൻ്റെ വാക്ക് വിശ്വസിച്ച് കോൺഗ്രസ്സുകാരെ വിജയിപ്പിച്ചയച്ച നാട്ടുകാരും വോട്ടർമാരും അനുഭവിക്കേണ്ടി വന്നത് എന്താണ്? കടുത്ത മനോവ്യഥ. രാജ്യത്തിൻ്റെ ഭാഗമായുള്ള നിരവധി സംഭവങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ നാട്ടിൽ നിന്ന് ജയിച്ചുപോയ ആളുകൾ ഈ നാടിനു വേണ്ടി നാടിൻ്റെ ശബ്ദമായി മാറുന്നത് ആരും കണ്ടില്ല, അവരുടെ ശബ്ദം കേട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റിൽ, ലോക്സഭയിൽ കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല. സാധാരണ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം അങ്ങനെ ഉച്ചസ്ഥായിയിൽ മുഴങ്ങും. തീർത്തും മങ്ങിപ്പോയി. കാരണം ഒടുവിലത്തെ കക്ഷി നില വെച്ചാൽ 20-ൽ 18 യു ഡി എഫുകാർ, 2 പേര് മാത്രം എൽ ഡി എഫ്. ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള ആരിഫും തോമസ് ചാഴിക്കാടനും. ഈ 18 അംഗ സംഘം കേരളത്തിൻ്റെ ശബ്ദമായി മാറിയില്ല. ഇവിടെ ഗൗരവമേറിയ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ വന്നു. ഇത് നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 2ാം ഊഴം സമ്പാദിച്ചതോടെ RSSൻ്റെ അജണ്ട നേരിട്ട് നടപ്പാക്കുന്നതിലേക്കാണ് കടന്നത്. RSS നിയന്ത്രിക്കുന്ന പാർട്ടിയാണ് BJP എന്നെല്ലാവർക്കും അറിയാം. RSS നയമാണ് BJP സർക്കാരിലൂടെ നടപ്പാക്കാൻ നോക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം. ആദ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കാലത്ത് RSS നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കാവ്യവൽക്കരണമാണ് എല്ലാവിടെയും നടന്നത്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം സ്വതന്ത്ര സ്ഥാനം ഇല്ലാതാക്കുന്ന നില, എല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ. അതായിരുന്നു സംഘപരിവാർ നിലപാട്. അതാണ് BJP ഗവൺമെൻറ് നടപ്പാക്കിയത്. എന്നാൽ 2ാം ഊഴം കിട്ടിയപ്പോൾ കടുത്ത RSS അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ടു. ആ കടുത്ത RSS അജണ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. 2019 മെയ് മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിയുന്നത്. അപ്പോൾ ഉടനെ തന്നെ
മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. പൗരത്വ നിയമ ഭേദഗതി എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ്. മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്നത് പരിഷ്കൃത രാഷ്ട്രങ്ങൾ ഒന്നുപോലും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ തീരുമാനത്തെ അപലപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ വന്നത്. ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ലോക സംഘടനകൾ ഇന്ത്യയുടെ തീരുമാനത്തെ എതിർക്കുകയുണ്ടായി. ഫലത്തിൽ ലോകത്ത് ഇന്ത്യ ഒറ്റപ്പെട്ടു. അഭയാർത്ഥികളോട് ഒരു രാഷ്ട്രവും വിവേചനം കാണിക്കാറില്ല. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാറുമില്ല. പക്ഷെ നമ്മൾ ചെയ്തത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനെന്ന പേരിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കലാണ്. 6 വിഭാഗക്കാർക്ക് മാത്രം പൗരത്വം. യഥാർത്ഥത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ ഉദ്ദേശം മുസ്ലിമിന് പൗരത്വമില്ലാതാവുക. ഈ തരത്തിലുള്ള ഒരു നിയമം അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തും കടുത്ത എതിർപ്പ് ഉയർത്താനിടയായി. പക്ഷേ നമ്മൾ കാണേണ്ടത് നമ്മളിവിടുന്ന് തിരഞ്ഞെടുത്ത് അയച്ച 18 അംഗ സംഘം ഈ എതിർപ്പിൽ എവിടെയും ഉണ്ടായില്ല. പാർലമെൻറ്റിൽ അവരുടെ ശബ്ദം വേണ്ട രീതിയിൽ കേട്ടില്ല. ഡൽഹിയിലും മറ്റും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അവിടെയും ഇവരെ ആരെയും കണ്ടില്ല. ഇവിടെ RSS അജണ്ടയാണ് നടപ്പാക്കപ്പെടുന്നത്. RSS അജണ്ട നടപ്പാക്കുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് ആപത്ത് വരുന്നുവെന്ന് മനസ്സിലാക്കി മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം അതിനെതിരെ ശക്തമായി രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ്സിനെ എവിടെയും കണ്ടില്ല. നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു അത്. ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തപ്പോൾ പല ദേശീയ നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരി, ഡി രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ ആരുടെയെങ്കിലും പേരതിൽ കണ്ടോ? ഒരാളുമില്ല. ജനുവരി ആയപ്പോൾ കൂടുതൽ ശക്തമായ പ്രക്ഷോഭമായി. ആ പ്രക്ഷോഭത്തിന് നേരെ സംഘപരിവാർ പ്രക്ഷോഭകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അപ്പോഴും ഇടതുപക്ഷവും ഇടതുപക്ഷ എംപിമാരും സംഘപരിവാറിൻ്റെ ആക്രമണത്തിനിരയായ ഇരകളുടെ സംരക്ഷണത്തിന് ഓടിയെത്തി. ഇവരെ കോൺഗ്രസ്സിനെ എവിടെയും കണ്ടില്ല. 18 അംഗ സംഘത്തെയും എവിടെയും കണ്ടില്ല. എന്താണ് കോൺഗ്രസ്സിന് പറ്റുന്നത്? നമ്മുടെ കേരളം ഒരു പ്രത്യേക നിലപാടാണ് എടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ നിയമഭേദഗതി വന്ന ഉടനെ ആ നിയമഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. അത് രാജ്യത്ത് ആദ്യത്തെ ശബ്ദമായിരുന്നു. നമ്മളവിടെ നിർത്തിയില്ല. എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ സംഗമം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്നു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും അതിൽ പങ്കെടുത്തു. സമൂഹത്തിൻ്റെ
വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായി. അതിൻ്റെ പിന്നാലെ സർവകക്ഷി യോഗം ചേർന്നു, അതിലും എല്ലാവരും ഉണ്ടായി. നിയമസഭയുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ നിയമസഭയിൽ ഈ നിയമഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. പക്ഷേ ആശ്ചര്യകരമായ കാര്യം, ഇത്രയെല്ലാം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് പരസ്യമായൊരു പ്രഖ്യാപനം. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്, കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് നടപ്പാകാതിരിക്കുമോ? ചരിത്ര നിഷേധമുള്ളൊരു പ്രസ്താവനയാണത്. അതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്തുപറ്റി? സർക്കാരാണ് യോജിച്ച പ്രക്ഷോഭത്തിന് മുൻകൈ എടുത്തത്. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പിഴവ് പറ്റിയോ? പിഴവ് പറ്റിയെങ്കിൽ അതവർ പറയുമല്ലോ. പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞില്ല, ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്താണ് അത്തരത്തിൽ പിൻവാങ്ങാൻ കാരണം? ഞങ്ങൾ പറഞ്ഞു, അതല്ലെങ്കിൽ കോൺഗ്രസ് പറയേണ്ടതായിരുന്നു. ഞങ്ങളൊരു അനുമാനം പറഞ്ഞതാണ്. കാരണം കേരളത്തിന് പുറത്ത് എവിടെയും ഈ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഇല്ല. അതായത് പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടിന് കോൺഗ്രസ് ഇല്ല. അപ്പോൾ കേരളത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിൽ കോൺഗ്രസ്, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസിനോട് പറയുന്നു, നിങ്ങൾ പിൻവാങ്ങണം. അവർ പിൻവാങ്ങുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ പര്യടനത്തിലാണല്ലോ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്ന പരാതി വലിയ തോതിൽ ഉന്നയിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം. രാഹുൽ ഗാന്ധിക്ക് പറയാലോ, ഇവർ പറയുന്ന കാര്യം ശരിയല്ല, ഞങ്ങൾ അങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. എന്നാൽ അത് പറ, നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിൽ എന്താണ് പിൻവലിക്കാനുള്ള കാരണമെന്നുകൂടി ആ കൂട്ടത്തിൽ വ്യക്തമാക്കട്ടെ. പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം നമ്മുടെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോൾ ഈ നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നു. ചട്ടങ്ങളെ മതനിരപേക്ഷതയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും എതിർത്തു, ശക്തമായി എതിർത്തു. കോൺഗ്രസിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ഒരു സന്ധ്യാസമയം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ചട്ടങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? എന്താ പറഞ്ഞ മറുപടി? ഞാൻ രാത്രി ആലോചിച്ച് പറയാം. എന്തൊരു പരിഹാസ്യമായ ഉത്തരമാണെന്ന് നോക്കണം. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ശബ്ദമില്ലാത്തത് ഇക്കാര്യത്തിൽ? രാഹുൽ ഗാന്ധിക്ക് പരാതി, അദ്ദേഹത്തെ ഞങ്ങൾ വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഞങ്ങൾ പറഞ്ഞത് ഇവിടെയാണ്, അത് വീണ്ടും ആവർത്തിക്കാം. രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര നടത്തുന്നു, ഈ ഘട്ടത്തിലാണത്. ആ യാത്രയിൽ ലോകത്തുള്ള പ്രശ്നങ്ങളും രാജ്യത്തുള്ള പ്രശ്നങ്ങളും സകലതും അദ്ദേഹം പ്രതികരിക്കുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല. പൗരത്വ നിയമ ഭേദഗതി ഒരക്ഷരം സംസാരിക്കുന്നില്ല. എന്താണ് അങ്ങനെ വന്നത്? നിങ്ങളെ ശബ്ദം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോഴെങ്കിലും കേൾക്കും എന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ കേട്ടില്ലാലോ, ഒന്നും പറഞ്ഞില്ലാലോ.
എന്താണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയമാണ്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു കാര്യം പറഞ്ഞു അവരവരുടെ പ്രകടന പത്രികയിൽ. പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയോ ശബ്ദമില്ല, ഒരക്ഷരം അതിനെക്കുറിച്ച് സംസാരമില്ല. അപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അതാ മറുപടി നല്ല നല്ല ബാണം പോലെ വരുന്നു. ആര്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ പ്രകടന പത്രിക വായിക്കാതെ ഇങ്ങനെ പറയലാണോ? പ്രകടന പത്രികയുടെ ഇത്രാമത്തെ പേജ് നോക്കൂ, അത് ഇത്രാമത്തെ ഖണ്ഡിക നോക്കൂ. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ, അത് വായിക്കാതെയല്ലേ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ മലയാള മനോരമ കൂട്ടിന് പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രം ബാനർ ഹെഡിങ് ഫ്രണ്ട് പേജ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വായിച്ചില്ല, പേജ് നോക്കിയില്ല, ഖണ്ഡിക നോക്കിയില്ല എന്നൊക്കെ. അന്ന് പത്രക്കാരെ കാണുമ്പോൾ ഈ പറഞ്ഞ പ്രകടന പത്രികയും കൊണ്ടാണ് കണ്ടത്. അവരെ മുമ്പിൽ കാണിച്ചു, ഇതാണ് പ്രകടന പത്രിക. മലയാള മനോരമ റിപ്പോർട്ടും കാണിച്ചു. നിങ്ങൾ പറഞ്ഞ പേജ് ഇതാണ് പേജ്, പറഞ്ഞ ഖണ്ഡിക കാണിക്കുക മാത്രമല്ല, ഖണ്ഡിക അതേപടി വായിച്ചു. പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്ക് ആ ഖണ്ഡികയിലോ ഈ പറഞ്ഞ പ്രകടന പത്രികയിലോ ഇല്ല. എത്ര കണ്ട് ആളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കിയത്. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, KPCCയുടെ പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന UDFൻ്റെ കൺവീനറുണ്ട് ഇപ്പോൾ. അദ്ദേഹമുള്ള കാര്യം നേരെ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രകടന പത്രിക ഉൾപ്പെടുത്താൻ മനസ്സില്ല, അതിന് നിങ്ങൾക്കെന്ത് വേണം? ശരി, അതാണ് ശരിയായ ന്യായം, അതങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സില്ല, എവിടെ പോയി നിങ്ങളുടെ മനസ്സ്? നിങ്ങളുടെ മനസ്സ് നേരത്തെ മതനിരപേക്ഷ മനസ്സായിരുന്നല്ലോ, അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടോ? നിങ്ങൾക്കെങ്ങനെ സംഘപരിവാർ മനസ്സിനോടൊപ്പം യോജിക്കാനാവുന്നു? സംഘപരിവാർ അജണ്ടയല്ലേ നടപ്പാക്കപ്പെട്ടത്? RSS അജണ്ടയല്ലേ ഇത്? അതിനോട് എങ്ങനെ നിങ്ങൾക്ക് യോജിച്ച് നിൽക്കാനാകുന്നു? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഒരു കാര്യം പുറത്തു വന്നു അതിന് ശേഷം, അത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അവരുടെ സംഘം ഈ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളെ കണ്ടു, കോൺഗ്രസിൻ്റെ. അപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവരൊരു കാര്യം വെളിപ്പെടുത്തി. ഈ പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗം ശക്തമായിട്ടുണ്ടായിരുന്നു. ആ നല്ല രീതിയിൽ എഴുതി ചേർത്ത ആ ഭാഗം നേതാക്കന്മാരടങ്ങുന്ന സമിതിയുടെ മുന്നിൽ വന്നപ്പോൾ അതിപ്പോൾ പറയേണ്ടതില്ല എന്ന നിലപാടെടുത്തു. റിപ്പോർട്ട് വന്നിട്ട് കുറേ നാളായി കേട്ടോ, ഇതുവരെ ഖമാന്നൊരക്ഷരം അതിനെപ്പറ്റി ആരും പ്രതികരിച്ചതായി കണ്ടില്ല. ഞങ്ങൾ തയ്യാറാക്കിയ കരടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയണ്ടേ? ആരും പറഞ്ഞിട്ടില്ല. എന്തേ നിങ്ങൾക്കതിനെക്കുറിച്ച് ശബ്ദമില്ലാത്തത്? ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി കോൺഗ്രസ്സിന് അറിയില്ലേ, കോടാനുകോടി ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ആശങ്കയിൽ കഴിയുന്നത്. ഒരു വൃഥാ ആശങ്കയാണോ? ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ തലമുറകളായി ജീവിച്ചു വരുന്ന ഞങ്ങൾക്ക് ഇനി ജീവിതം തുടരാനാകുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത്. അതറിയില്ലേ നിങ്ങൾക്ക്?
ആ ആശങ്കയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളോടാണ് ഞങ്ങൾ നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാൻ വേണ്ടി ശ്രമിച്ചത്. അതിനാണ് സ്വീകരിച്ച ഓരോ നടപടിയും. കേരളം സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണത്. ഇപ്പോൾ ചട്ടങ്ങൾ വന്നപ്പോൾ ആ ചട്ടങ്ങളുടെ കാര്യം കൂടി ഉൾപ്പെടുത്തി ആ സ്യൂട്ട് ബലപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. നിങ്ങളിൽ പലരും 4 വർഷം മുൻപ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDF സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവരാകും. അതെല്ലാം ഈ ജനകോടികളോട് നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം പകരുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചതാണ്. എന്തേ കോൺഗ്രസ്സിന് പറ്റിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംഘപരിവാർ അജണ്ടയെ എതിർക്കാൻ പറ്റാതിരിക്കുന്നത്? ഒരു ഭാഗം ഇവിടെ ഈ 18 അംഗ സംഘം എവിടെയെങ്കിലും ഉണ്ടായോ? എവിടെ അവരെ കാണാനുണ്ടായില്ല. സംഘപരിവാർ അജണ്ട നടപ്പാക്കി ഇത് മാത്രമാണോ? സംഘപരിവാർ അജണ്ട അടുത്തത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ RSS പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ് ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം. എന്താണത്? ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി. ഇപ്പോൾ 2ാം ഊഴം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ RSS അജണ്ട നടപ്പാക്കൽ. എന്താ ചെയ്തത്? ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. 1, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിനുള്ള സംസ്ഥാന പദവി റദ്ദു ചെയ്യുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. എന്താണിത്? ഇതൊക്കെ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല, ഞങ്ങൾ തീരുമാനിച്ച കാര്യം നടപ്പാക്കും. അതാണ് സംഘപരിവാർ സമീപനം. അതാണ് BJP ചെയ്തത്, BJP ഗവൺമെൻറ് ചെയ്തത്. രാജ്യത്താകെ കനത്ത പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ്സിനായോ? സാങ്കേതികമായി വിയോജിച്ചു എന്നുള്ളതല്ല പ്രശ്നം. രാജ്യത്തുയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ആ രീതിയിൽ കനത്ത പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? പാർലമെൻറ്റിനകത്തും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? നമ്മുടെ 18 അംഗ സംഘത്തിൻ്റെ ശബ്ദം ഉയർന്നോ? കോൺഗ്രസ്സിൽ എത്ര പേര് രഹസ്യമായി BJPയെ പോയി അഭിനന്ദിച്ചു? ഒരാളെ കാര്യം രഹസ്യമല്ല. അതാരാ? നമ്മുടെ രാജ്യസഭയിലെ ചീഫ് വിപ്പ് കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത്. ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ അത്തരം ഒരു മഹത്തായ കാര്യം ചെയ്ത BJPയെ അതിനെക്കുറിച്ച് അദ്ദേഹം അങ്ങ് ആവേശഭരിതനായി. എന്താ നടന്നത്? കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJPയിലേക്ക് ഇരുന്നു. BJP സ്വീകരിച്ചു, രാജ്യസഭാംഗത്വം നൽകി, വീണ്ടും രാജ്യസഭയിലേക്ക് അയച്ചു. നിങ്ങളെ കൂട്ടത്തിൽ എത്ര ഇതുപോലുള്ള സംഘപരിവാർ മനസ്സുകാർ? അതല്ലേ നിങ്ങൾക്കതിനെതിരെ പ്രതികരിക്കാൻ പറ്റാതിരുന്നത്, വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പറ്റാതിരുന്നത്? നമ്മളെ 18 അംഗ സംഘം എവിടെയും കാണാനില്ല, അവരെ ശബ്ദമേ കേൾക്കാനില്ല. നമ്മുടെ രാജ്യത്ത് NIA
നിയമം ഭേദഗതി ചെയ്യാൻ BJP പുറപ്പെട്ടു. എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? അതിനെ എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായില്ല. ലോക്സഭയുടെ കാര്യം 6 പേരാണ് എതിർത്തത്. ആ 6-ൽ ഒരാൾ കേരളത്തിലെ ആലപ്പുഴയിലെ ആരിഫ്. എന്തുപറ്റി നമ്മുടെ 18-അംഗ സംഘത്തിന്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ കരിനിയമം UAPA, അത് കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി. കോൺഗ്രസ് എന്തു ചെയ്തു? അതിൻ്റെ കൂടെ നിന്നു, BJPയുടെ കൂടെ നിന്നു. നാം കാണേണ്ടത് ഇതെല്ലാം സംഘപരിവാർ അജണ്ടകളാണ്. ഈ നിയമ ഭേദഗതിയിലൂടെയൊക്കെ ആരെയാ ലക്ഷ്യമിടുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കോൺഗ്രസ്സിനത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, സംഘപരിവാർ മനസ്സിന് വിധേയമായി മാറുന്നു. ഇതാണ് വസ്തുത. ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ RSS അജണ്ട ഓരോന്നോരോന്നായി നടപ്പാക്കുന്നു. അതിനെ ശക്തമായി എതിർക്കാൻ കഴിയാത്ത കോൺഗ്രസ് അതിനോടൊപ്പം സമരസപ്പെട്ടു പോകുന്ന കോൺഗ്രസ്, ഇതാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നാം കണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യമോ? കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ 18-അംഗ സംഘം ഒരു ഘട്ടത്തിലും കേരളത്തോടൊപ്പം നിന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ നാം നേരിട്ടു. ആ നേരിട്ട പ്രശ്നങ്ങളിൽ ഒന്നിലും ഈ 18-അംഗ സംഘം കേരളത്തിൻ്റെ കൂടെയില്ല, BJP ഗവൺമെൻറ് കൂടെ. BJP ഗവൺമെൻറ് നമ്മളെ അവഗണിക്കുന്നു, നമ്മളോട് വിവേചനം കാണിക്കുന്നു. ഞാൻ ആ പട്ടിക ആകെ ഇപ്പം നിരത്തുന്നില്ല, ഒരനുഭവം മാത്രം പറയാം. കേരളത്തെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്ന നിലയുണ്ടായല്ലോ. അപ്പോൾ കേരളത്തിലെ MP-മാരുടെ യോഗത്തിൽ സർക്കാർ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി, കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. ഈ കണക്കുകളെല്ലാം അവതരിപ്പിച്ചു. നിവേദനം നൽകണം, ഈ വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സമ്മതിച്ചു. 2 തവണ ഒപ്പിടാൻ മാത്രം തയ്യാറായില്ല. 2ാമത്തെ തവണ നിവേദനം തയ്യാറാക്കി ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം എഴുതണം. അതെന്താ? കേരളത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്ന് എഴുതി വെക്കണം. എങ്ങനെയുണ്ട്? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന, വിവേചനം, അതിനെതിരെയാണ് നിവേദനം. ആ നിവേദനത്തിൽ പറയുക, ഇതൊന്നും നിങ്ങളെ കുഴപ്പമല്ല, ഞങ്ങളെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന്. ഇതിൽ പരം കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കൽ ഉണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റിനെ ചാരി നിൽക്കാനാണ് താല്പര്യം, കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാനല്ല. ഇതാണ് ഇവിടുത്തെ 18-അംഗ സംഘം. ആ 18-അംഗ സംഘത്തിലാണ് രാഹുൽ ഗാന്ധിയും പെടുന്നതെന്ന് ഓർക്കണം കേട്ടോ. ഇവരെല്ലാവരും സ്വീകരിച്ച സമീപനം ഇതാണ്. നമ്മൾ ഗത്യന്തരമില്ലാതെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ കേരളം അവതരിപ്പിച്ചൊരു കണക്കുണ്ട്. 7 വർഷം കേരളത്തിന് കിട്ടേണ്ട, കേരളത്തിൻ്റെ കയ്യിലെത്തേണ്ട പണം കേന്ദ്ര ഗവൺമെൻറ് മുടക്കി. എത്രയാത്? ആ കണക്ക് സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചു. 1,07,500 കോടിയിൽ പരം രൂപ. 1,07,500 കോടിയിൽ പരം രൂപ നമ്മുടെ കേരളത്തിൻ്റെ കയ്യിലെത്തേണ്ട പണം, അത് തടഞ്ഞു. ഇതാണ് 7 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. 7-ൽ 2 വിട്, ബാക്കി 5 വർഷം ഇവരല്ലേ പാർലമെൻറ്റിൽ ഉണ്ടായത്. ആ ഘട്ടത്തിൽ എന്തെങ്കിലും എതിരായി ശബ്ദം ഇവർ പുറപ്പെടുവിച്ചോ?
എല്ലാറ്റിനും കേന്ദ്ര ഗവൺമെൻറ് ന്യായത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. കേരളത്തെ കുറ്റപ്പെടുത്താനായിരുന്നു താല്പര്യം. സുപ്രീം കോടതി ഇടപെട്ട രീതി എല്ലാവർക്കും അറിയാലോ, വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കേരളം ചോദിക്കുന്നത് ന്യായമായും അവർക്ക് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപയല്ലേ? നിങ്ങളത് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ്? ആദ്യം നിങ്ങൾ അത് അനുവദിക്കൂ, അപ്പോഴാണ് അതനുവദിക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് അതൊരു ഔദാര്യമല്ല, കേരളത്തിന് അർഹതപ്പെട്ട പണമാണ്. ആ അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ കിട്ടുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. എന്നിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കേരളത്തിന് കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന്. അത് പ്രധാനമന്ത്രിയുടെ പുതിയ ഭാഷ്യം എന്നേ പറയാൻ പറ്റൂ. എന്താ തിരിച്ചടി? ഈ വാദം വീണ്ടും കേൾക്കുന്നു, വിശദമായി സുപ്രീം കോടതി കേൾക്കുന്നു. അവസാനം സുപ്രീം കോടതി പറയുന്നു, കേരളം ഉന്നയിച്ചത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇതൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളിയല്ല ഇത്. കേരളം ഉന്നയിച്ചത് വളരെ ഗൗരവമായ വിഷയമാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. അതെന്താ? സാമ്പത്തിക ഫെഡറലിസം. സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ സത്തയെ തകർക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പരാതി. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ഇതേവരെ വ്യക്തത വരുത്താത്തൊരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി കേൾക്കണം. അതിനായി 5 അംഗ ബെഞ്ചിന് ഈ കേസ് വിടുന്നു, 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. അത് കേരളത്തിന് തിരിച്ചടിയാ. കേരളത്തിൻ്റെ വാദം അംഗീകരിച്ച് തുടർവാദത്തിന് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള പ്രശ്നമായിട്ടത് മാറി. യഥാർത്ഥത്തിൽ ആ വിധി നമ്മുടെ കേരളത്തിലെ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDF-നും മുഖത്തേറ്റ അടിയാണ്. ഇതാണ് നമ്മുടെ അനുഭവം. BJP-ക്ക് കേരള വിരുദ്ധ മനോഭാവമുണ്ട്. ഇവർക്കെങ്ങനെ വന്നു? ഈ 18 അംഗ സംഘത്തിന് അവർ ഇവിടുന്ന് ജയിച്ചു പോയതല്ലേ? കോൺഗ്രസും UDF-ഉം ഇവിടുന്ന് ജയിച്ചല്ലേ പോയിരിക്കുന്നത്. അവർക്കെങ്ങനെ BJP-യോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു കേരള വിരുദ്ധ മനോഭാവം വരുന്നു? ആ കേരള വിരുദ്ധ മനോഭാവം ഈ 2 കൂട്ടർക്കും ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ മനസ്സിലാക്കി കഴിഞ്ഞു. കേരള വിരുദ്ധ മനോഭാവം ഒരു തരത്തിലും പൊറുപ്പിക്കില്ല എന്ന നിലപാടിലാണ് കേരളമാകെ ഇപ്പോൾ. അതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധ വികാരത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് കേരളത്തിലാകെ ഉയർന്നു വന്നിരിക്കുന്നു. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇതിൻ്റെ ഭാഗമായി തന്നെ LDF-ന് അനുകൂലമായ ശക്തമായ തരംഗം അലയടിച്ചുയരുന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ സഖാവ് MP ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബാലകൃഷ്ണൻ മാസ്റ്ററെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാസർഗോഡ് മണ്ഡലം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ പൂർണ്ണമായും സ്ഥാനാർത്ഥിത്വം നെഞ്ചേറ്റിക്കഴിഞ്ഞു. എല്ലാ തരത്തിലും സ്വീകാര്യത ദിനം കഴിയും തോറും വർദ്ധിച്ചു വരുന്നതാണ് അനുഭവം. നാടിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്നൊരു നേതാവ് എന്ന നിലയിൽ ബാലകൃഷ്ണൻ മാസ്റ്ററെ ജനങ്ങളും വോട്ടർമാരും കാണുന്നു. സഖാവിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് MP ബാലകൃഷ്ണൻ മാസ്റ്ററെ വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് അയക്കുക.